ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ സുന്ദരമൂർത്തി നായനാരുടെ ജീവിത കഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈലാസത്തിൽ വച്ച് ആലാല സുന്ദരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുന്ദരർ അന്ന് ഉദ്യാനത്തിൽ വച്ച് രണ്ട് ചേടികളെ കണ്ട് അവരിൽ പ്രേമബദ്ധരായി. അതിലൊരാളാണ് നാം കണ്ട പരവയാർ. പിന്നെ രണ്ടാമത്തെ ആൾ അനിന്ദിത എന്ന പേരോട് കൂടിയ ആ പാർവതീദേവിയുടെ ചേടി നായർ എന്ന ദേശത്തെ കർഷകപ്രഭുവായ നായർ കീഴാരുടെ പുത്രിയായി ജനിച്ചു. ശിങ്കിലി എന്ന പേരോടുകൂടി അവൾ വളർന്ന് ഉമാദേവിയുടെ ചേവടികളിൽ ഭക്തിയോടെ വസിച്ചിരുന്നു. അവൾ യൗവനയുക്തയായപ്പോൾ പിതാവ് ഭാര്യയോട് ശിങ്കിലിക്ക് ഇണങ്ങിയ ഒരു വരനെ തേടിപ്പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സംഭവത്തെ കേട്ടുകൊണ്ടിരുന്ന ശിങ്കിലി തനിക്ക് ശിവപദങ്ങളിൽ അഗാധ ഭക്തിയുള്ളവരെ മാത്രമേ വേണ്ടൂ എന്നും അന്യരെ മാതാപിതാക്കൾ ഒരിക്കലും തേടിക്കൊണ്ടുവരരുത് എന്നും അച്ഛനമ്മമാരോട് വികാരാധിക്യത്താൽ പറഞ്ഞു. തനിക്ക് ശിവപദങ്ങളിൽ അഗാധ ഭക്തിയുള്ളവനെ മാത്രമേ വരനായി വേണ്ടൂ എന്നും അന്യനെ മാതാപിതാക്കൾ തേടിക്കൊണ്ടുവന്നാൽ താൻ എന്തു ചെയ്യുമെന്നോർത്ത് വിഷമിച്ച് അവൾ മോഹാത്സ്യപ്പെട്ടു വീണു. വാത്സല്യനിധികളായ അച്ഛനും അമ്മയും വെള്ളം തളിച്ച് അവളുടെ മോഹാത്സ്യം നീക്കിയപ്പോൾ തനിക്ക് തിരുവൊറ്റിയൂരിൽ ക്ഷേത്രസേവ ചെയ്യണമെന്നും വിവാഹാലോചന വേണ്ടെന്നും തീർത്തു പറഞ്ഞു. ഇത് കേട്ട് പിതാക്കൾ വ്യസനവും നൈരാശ്യവും പൂണ്ടുവെങ്കിലും അപ്രകാരം തന്നെ ചെയ്യാൻ നിർബദ്ധരായി. ഇതിനിടയിൽ കുലശീലങ്ങൾ ചേർന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന വിവാഹാലോചന ശിങ്കിലി നിരസിച്ചു. ആശാഭംഗം മൂലം ആ യുവാവ് പ്രാണത്യാഗം ചെയ്തു. അതോടെ ബന്ധുജനങ്ങൾ അവളെ തിരുവൊറ്റിയൂർക്ക് കൊണ്ടുപോയി കന്യകാമഠത്തിൽ പാർപ്പിച്ചു. വേണ്ട ദ്രവ്യങ്ങൾ സ്വരൂപിച്ച് ക്ഷേത്രത്തിൽ മാലകൾ തുടങ്ങിയ ജോലികൾ ചെയ്ത് അവൾ പൂജാസാധനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് അവൾ ജീവിതം നയിച്ചു. അങ്ങനെ തിരുവൊറ്റൂരിൽ ദേവനെ സ്തുതിച്ചുകൊണ്ടും ദേവന് വേണ്ട പൂജാതി കർമ്മങ്ങൾ മാലകെട്ടൽ തുടങ്ങിയ കഴകവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടും ഇരിക്കുമ്പോൾ ആ ദേവാലയത്തിലേക്ക് സുന്ദരമൂർത്തി നായനാർ കടന്നു വരുന്നു. ഒരു ദിവസം തിരുവൊറ്റിയൂരപ്പനെ ദർശിച്ച് സേവിക്കുന്നിടയിൽ പുഷ്പമണ്ഡപത്തിൽ വച്ച് ശിങ്കിലിയെ സുന്ദരമൂർത്തി കാണാനിടയായി. പ്രഥമ ദർശനത്തിൽ തന്നെ അവളിൽ ആകൃഷ്ടനായിത്തീർന്ന സുന്ദരർ അവൾ ആരാണെന്ന് തിരക്കി. ഉള്ളിലെ ഏതോ അവാച്യമായ വികാരത്താൽ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി സുന്ദരർ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തു. ശിങ്കിലിയുടെ തോഴിമാർ വിവരം തിരക്കിയപ്പോൾ സുന്ദരർ വിവാഹിതനാണെന്നും പരവയാർ എന്ന സുന്ദരിയോടൊത്ത് ജീവിതം നയിക്കുകയാണ് എന്നും മനസ്സിലാക്കിയ അവൾ സുന്ദരമൂർത്തി നായനാരുടെ പ്രേമാഭ്യർത്ഥന നിരസിച്ചു. അവസാനം തിരുവൊറ്റിയൂരപ്പനെ തന്നെ സുന്ദരമൂർത്തി നായനാർ അഭയം പ്രാപിച്ചു. അപ്പോൾ ശിങ്കിലി പറഞ്ഞു, അങ്ങ് എനിക്ക് ഒരു ഉറപ്പ് തരണം. എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങ് ജീവിതാവസാനം വരെ ഇവിടെ താമസിച്ച് എന്നോടൊത്ത് ജീവിക്കണം എന്ന് ശപഥം ചെയ്യണം എന്ന് പറയുകയുണ്ടായി. മകിഴമരച്ചുവട്ടിൽ സുന്ദരർ എത്തുകയും ശിങ്കിലിയോട് ഈ വാഗ്ദാനം
താൻ നടത്താമെന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചാൽ താൻ അവിടം വിട്ട് ഒരിക്കലും വേറെങ്ങും പോകില്ലെന്നും അവിടെ തന്നെ സ്ഥിരതാമസമാക്കാമെന്നുമുള്ള ആ പ്രതിജ്ഞ എടുത്തു. മകിഴ മരച്ചുവട്ടിൽ സുന്ദരർ എത്തുകയും ശിങ്കിളിയോട് ഈ വാഗ്ദാനം താൻ നടത്താമെന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചാൽ താൻ അവിടം വിട്ട് ഒരിക്കലും വേറെങ്ങും പോകില്ലെന്നും അവിടെ തന്നെ സ്ഥിരതാമസമാക്കാമെന്നുമുള്ള ആ പ്രതിജ്ഞ എടുത്തു. ഈശ്വര നിർദ്ദേശത്താൽ മാതാപിതാക്കന്മാരും ബന്ധുമിത്രങ്ങളും അവളുടെ വിവാഹകർമ്മം സുന്ദരരോടൊത്തുള്ള വിവാഹം നടത്തിക്കൊടുത്തു. അങ്ങനെ ദൈവഹിതത്ത ദമ്പതികൾ ദിവസങ്ങളോളം മാസങ്ങളും കടന്ന് വസന്തത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ സുന്ദർക്ക് തോഴനെന്ന് തന്നെ വിളിച്ച തിരുവാരൂരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആകർഷണം അങ്ങോട്ട് ഇഴുത്തു തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒറ്റിയൂരേശനോട് വിട പറഞ്ഞ് തിരുവാരൂർക്ക് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റിയൂർ അതിർത്തി കടന്നതും ശിങ്കിളിക്ക് കൊടുത്ത വാക്കിനെ ലംഘിച്ചതിനാൽ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. മാത്രമല്ല അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെടുകയും ചെയ്തു. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സുന്ദരർ ചെന്ന് ഒരു പതികം പാടി മഹാദേവനെ സ്തുതിച്ചു. ആ പതികത്തിൻ്റെ മലയാള അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: മഹാപ്രഭോ, എൻ്റെ ഈ വൈകല്യങ്ങൾ മാറ്റിത്തരണേ എന്ന് കരളിലിരിക്കുന്ന പതികമാണ് അദ്ദേഹം ചൊല്ലിയത്. പിന്നീട് ബുദ്ധിമുട്ടി യാത്ര തുടർന്ന് തിരുവെൺപാക്കത്തൈത്ത് എത്തി. ക്ഷേത്രത്തിനെ പ്രദക്ഷിണം ചെയ്ത ശേഷം സന്നിധിയിൽ അഞ്ജലീബദ്ധനായി നിന്ന് അന്ധനും രോഗിയുമായ സുന്ദരർ ഭഗവാനെ സ്തുതിച്ചു. പിന്നെ അവിടെയും ഒരു പതികം ചൊല്ലുന്നുണ്ട്. ആ തേവാരം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: സ്വാമി, അവിടുന്ന് സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുന്നില്ലേ എന്ന് അല്പം നിരസത്തോടെ ചോദിച്ചതിന് ശേഷം മറുപടിയായി ആ ശരീരി കേട്ടു: നാം ഇവിടെ തന്നെയുണ്ട്, നിനക്ക് പോകാം. അതോടൊപ്പം സുന്ദരക്ക് മാർഗദർശനത്തിനായി ഒരു ദണ്ഡും ലഭിച്ചു, ഒരു വടി. അങ്ങനെ ആ പതികത്തിൽ വളരെ രസകരമായൊരു സംഭവമുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച രണ്ടും അല്ലയോ ഭഗവാൻ അവിടെ എടുത്തു, പകരം എനിക്ക് ഒരു വടിയെങ്കിലും തന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു ദണ്ഡ് കൊടുത്തു. ആ ദണ്ഡും ആ വടിയും കുത്തി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ശിവക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചത്. ഇവിടെ ഇതിനെക്കുറിച്ചും ഒരു പതികം സുന്ദരർ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് പാടിയിട്ടുണ്ട്. ആ പതികം ഇങ്ങനെയാണ്: അങ്ങ് ക്ഷമിക്കുമെന്ന് കരുതി ഞാൻ ഈ അപരാധം ചെയ്തപ്പോൾ അങ്ങയുടെ പേരിന് കോട്ടം തട്ടുമെന്ന് മാനിക്കാതെ അങ്ങ് എൻ്റെ കാഴ്ചശക്തി കളഞ്ഞു. കാതിൽ തോട ധരിച്ച ഭഗവാനെ, അങ്ങ് ഈ കോവിലുണ്ടോ എന്ന് ഞാൻ സംബോധന ചെയ്തപ്പോൾ കയ്യിൽ മാനോടുകൂടിയ ഭഗവാൻ ഉള്ളിൽ നിന്നും തിരിച്ചടിച്ചു: നാം ഇവിടെയുണ്ട്, നീ നിൻ്റെ വഴിക്ക് പോ. ഞാൻ ഭഗവാന് അന്യനായി തീർന്നിരിക്കുന്നു എന്ന് സുന്ദരർ ദുഃഖത്തോടെ മനസ്സിലാക്കി. എന്നിട്ടും അദ്ദേഹം ഒരു പതികം ചൊല്ലി അടിയൻ്റെ തെറ്റുകളെ പൊറുക്കണേ പ്രഭോ എന്ന് സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ശിവസന്നിധിയിൽ ഒരു പതികം പാടി. തൻ്റെ അപരാധം ഭഗവാൻ മാപ്പാക്കിയിട്ടില്ലെന്ന് മനസ്സിലാക്കി സുന്ദരർ വ്യസനത്തോടെ തൻ്റെ തീർത്ഥയാത്ര തുടർന്നു. പിന്നെ അദ്ദേഹം തിരുവാലങ്കാടിനടുത്തുള്ള പഴയന്നൂരെത്തി. സുന്ദരർ അവിടുത്തെ കാരക്കൽ അമ്മയാരാൽ ശീർഷാസനത്തിൽ വലം ചെയ്യപ്പെട്ട ആ ക്ഷേത്രത്തിലെ നടരാജ ഭഗവാനെ ദൂരെ നിന്ന് സ്തുതിച്ചു. അങ്ങനെ പല പല ക്ഷേത്രങ്ങളിൽ ഈ അന്ധനായ സുന്ദരർ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം തേവാരങ്ങൾ പാടുന്നുണ്ട്. സ്വാമി, എൻ്റെ കുഷ്ഠരോഗത്തെ മാറ്റിത്തരണേ എന്നൊരു ശിവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആ കരളലിയിക്കുന്ന പതികം പാടി പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും പ്രണമിച്ചു. കരുണാമയനായ ഭഗവാൻ അശരീരിയിൽ വടക്കേ തീർത്ഥക്കുളത്തിൽ കുളിക്കുക, നിൻ്റെ രോഗം മാറിക്കിട്ടും എന്ന് അരുളി ചെയ്തു. ഉടനെ തന്നെ സുന്ദരർ
ആ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ചു. കരയിൽ കയറിയപ്പോൾ തൻ്റെ കുഷ്ഠരോഗം മാറി ശരീരം സ്വർണ്ണവർണ്ണമായി തീർന്നതായിട്ട് അദ്ദേഹം കണ്ടു. ബ്രഹ്മതീർത്ഥം എന്ന പേരുണ്ടായിരുന്ന ആ കുളം അന്നു മുതൽ സുന്ദരതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്നും ആ തീർത്ഥക്കരയിൽ സുന്ദരർക്കായി ഒരു ക്ഷേത്രമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ട് വീണ്ടും പുണ്യക്ഷേത്രങ്ങളെല്ലാം ദർശിച്ച് സുന്ദരർ ആരൂരിലെത്തി. ഒരു കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് ലജ്ജിതനായി ഇരുട്ട് വ്യാപിച്ചപ്പോൾ ആരുമറിയാതെ ത്യാഗരാജ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു. പൂർണ്ണമായി കാഴ്ചശക്തി ലഭിക്കാനായി പ്രാർത്ഥിച്ചു. ഈ അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ പാടി: ഞാൻ അങ്ങയ്ക്ക് പണയം വയ്ക്കപ്പെട്ട വസ്തുവല്ല, സ്വയം അങ്ങയുടെ അടിമയായവനാണ്. അങ്ങയ്ക്ക് വേണമെങ്കിൽ എന്നെ അങ്ങനെ തന്നെ വിൽക്കാം. ഞാനൊരു അപരാധവും ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങനെ വികലാംഗനാക്കി എന്തിന് അങ്ങ് എനിക്ക് കാഴ്ച നിരോധിച്ചു? ഇതുകൊണ്ട് അവിടത്തേക്ക് തന്നെയാണ് ചീത്തപ്പേര് വന്നിരിക്കുന്നത്. എനിക്ക് മറ്റേ കണ്ണ് തരാൻ. ഇതിനിടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പാർവതീദേവി കൊടുത്തിരുന്നു. ഇനി മറ്റേ കണ്ണ്. എനിക്ക് മറ്റേ കണ്ണ് തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ശരി, അതുകൊണ്ടുപോയി സമ്പന്നനായിക്കൊള്ളുക. ഇങ്ങനെ ദിവ്യപ്രേമം കൊണ്ടുരുകുന്ന ഉത്തമ ഭക്തൻ പിണക്കത്തോടെ പാടിയപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ വലത്തെ കണ്ണിൻ്റെ കാഴ്ചയും നൽകി. അങ്ങനെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പാർവതീദേവി നൽകിയപ്പോൾ വലത്തെ കണ്ണിൻ്റെ കാഴ്ച ഭഗവാൻ ശിവൻ തന്നെ കൊടുത്തു. അതിനുശേഷം ദേവാശ്രയ മണ്ഡപത്തിൽ മറ്റ് ഭക്തന്മാരോടൊപ്പം അദ്ദേഹം എത്തിച്ചേർന്നു. ഇനി അവിടെ പരവയുടെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പരവൈ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റിയില്ല. സുന്ദരരോട് പറഞ്ഞു: അങ്ങ് എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കുന്നു. വളരെ ദുഃഖിതനായ സുന്ദരർ വീണ്ടും കൈലാസനാഥനോട് തൻ്റെ പരാതി പറഞ്ഞിട്ട് അവളെ അനുനയിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചില പദ്യങ്ങൾ പാടി. അങ്ങനെ കരുണാമയനായ ശിവൻ ഒരു തവണ പൂജാരിയുടെ വേഷത്തിൽ ചെന്ന് പരവയ്യാറോട് സുന്ദരമൂർത്തി നായനാരെ വീണ്ടും സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ തയ്യാറായില്ല. പിന്നീട് രണ്ടാമതും പോയി. അത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെ നേരിട്ട് തൻ്റേതായ രൂപത്തിൽ തന്നെ പരവയ്യാറോട് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുകയും ഇതെല്ലാം എൻ്റെ നിശ്ചയമാണ്, നീ അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് പരവയെ അനുനയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരവയ്യാർ സുന്ദരമൂർത്തി നായനാരെ വീണ്ടും സ്വീകരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതോടെ സുന്ദരരുടെ കഥയുടെ പൂർവഭാഗം കഴിഞ്ഞു. ഇനി ഉത്തരഭാഗം, അതായത് പെരിയ പുരാണത്തിലെ അവസാന ഭാഗത്താണ് ഇനി സുന്ദരമൂർത്തി നായനാരുടെ കഥകൾ വരുന്നത്. അദ്ദേഹം ചേരരാജ്യാവായ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുന്നതും അവസാനം കൈലാസയാത്ര നടത്തുന്നതുമൊക്കെയാണ് പെരിയ പുരാണത്തിലെ അവസാനത്തെ അധ്യായമായ 13-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ അവസാനത്തെ അധ്യായം, പെരിയ പുരാണത്തിലെ അവസാന അധ്യായത്തിലെ സംഭവ വികാസങ്ങൾ കൂടി ഇനി മനസ്സിലാക്കാം. ഓം ശിവായ നമഃ.